ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഉള്ളിപ്പൂവും മുട്ടയും ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ഉള്ളിപ്പൂവ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മിക്സറിൻ്റെ ജാറിലേക്ക് 2.5 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുവാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരണം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിലേക്ക് ഒരു നുള്ളു ജീരകം ചേർക്കുവാണ്. ജീരകം ചേർക്കുമ്പോൾ കൂടി പോകണ്ട, കുറച്ച് ജീരകം മാത്രം ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഞാൻ 2 അല്ലി വെളുത്തുള്ളി ചേർക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിതിലേക്ക് എരിവുള്ള ഒരു പച്ചമുളക് ചേർക്കുവാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുവാണ്. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുവാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അരപ്പും കൂടെ ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിപ്പൂവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുവാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അരപ്പും ഉള്ളിപ്പൂവും ഒരുപോലെ ഒന്ന് മിക്സായി കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളിപ്പൂവ് നല്ല പാകത്തിനോടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുട്ട ചേർക്കുവാണ്. ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നേരിട്ട് പാനിലേക്ക് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് തോരനിലേക്ക് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുവാണ്. മുട്ട ഒന്ന് മിക്സ് ആയതിന് ശേഷം ഉപ്പ് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായി വെന്ത് ഉള്ളിപ്പൂവായിട്ട് ഒരുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.